ഞാനൊരു അനുഷ്ഠാന പ്രസംഗം നടത്തുന്നത് അന്വേഷിക്കുന്നുണ്ട്. കാരണം എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്ന അംഗമായ നേതാവ് അന്നും ഇന്നും സഖാവിലേക്ക് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിക്കുകയും എന്നെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ളത് സഖാവിലേക്കാണ്. അങ്കമാലി നിയോജകമണ്ഡലത്തിൽ MLA എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിച്ചു പോകും. എനിക്ക് പ്രചോദനമായിട്ടുള്ളത് സഖാവിയുടെ രീതികളായിരുന്നു. എനിക്ക് മാർഗദർശനമായിരുന്നത് വ്യക്തിയുടെ പ്രവർത്തന ശൈലിയായിരുന്നു. അതിനുശേഷവും സഖാവ് പലപ്പോഴും അങ്കമാലി എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വിഭാവനം ചെയ്ത പരിപാടികൾ നടപ്പിലാക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും സഖാവ് യുടെ പ്രവർത്തന രീതിയാണ്. ഇവിടെ സൂചിപ്പിച്ച അഴിമതിക്കെതിരായുള്ള പോരാട്ടത്തിൽ നാട്ടിൽ തൊഴിലാളികളോടൊപ്പമുള്ള പ്രവർത്തനമുണ്ട്. നമുക്കെല്ലാവർക്കും മാതൃകയാണ് സംശയിക്കുക. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം അതിപ്പോൾ അതിനപ്പുറമാണ്. മരണമടഞ്ഞ് 10 വർഷമായ സ്ഥിതി 1957 മുൻപ് തന്നെ അങ്കമാലി രാഷ്ട്രീയത്തിൽ ഇന്നിപ്പോൾ 2011 വരെ വരുമ്പോൾ മറ്റൊരു നേതാവിന്റെ പേര് പറയാൻ നമുക്കില്ല. ഒരുപക്ഷെ ഞാൻ MLA ആയിട്ടുണ്ടാവാം, മന്ത്രിയായിട്ടുണ്ടാവാം. പക്ഷെ ഒരു നേതാവ് എന്നുള്ളത് ഒരു MLA-യോ മന്ത്രിയോ അല്ല, അതിലപ്പുറമുള്ള സ്ഥാനമാണ്. അത് ഔദ്യോഗിക പദവിയുമല്ല ഒരാൾ നേതാവാക്കുന്നത്. സഖാവ് ഇന്നും അങ്കമാലിയിലെ ആളുകളുടെ, സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ, നിർധനരുടെ, ഈറ്റവെട്ട് വൻപതേ തൊഴിലാളികളുടെ, തോട്ടം തൊഴിലാളികളുടെ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഓർമ്മയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ മരണമടഞ്ഞിട്ട് നമ്മൾ നിർത്തിപ്പിരിഞ്ഞിട്ട് 10 വർഷമേ ആയിട്ടുള്ളൂ. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അങ്കമാലിയുടെ ചരിത്രം 100 അല്ല 200 വർഷങ്ങൾക്ക് ശേഷം പറയുമ്പോഴൊക്കെ തന്നെ സഖാവ് കാണാതെയും കേൾക്കാതെയും അദ്ദേഹത്തെ അനുസ്മരിക്കാതെയും കടന്നു പോകാൻ കഴിയില്ല. അത്രയ്ക്കേറെ ചരിത്രം അദ്ദേഹത്തെ ഉൾക്കൊണ്ടുവരികയാണ്. ഇനിയും സഖാവ് അങ്കമാലിയെ കുറിച്ച് വിഭാവനം ചെയ്ത നിരവധി പരിപാടികൾ നടത്തി തീർക്കാനുണ്ട്. രാഷ്ട്രീയമായ സാഹചര്യം മാറി മാറി വരുമ്പോഴൊക്കെ തന്നെ ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും സഖാവ് യുടെ പ്രത്യേകതയുണ്ട്. യുടെ ദർശനങ്ങൾ അങ്കമാലിയെ കുറിച്ച്, അങ്കമാലിയിലെ സാധാരണക്കാരെ കുറിച്ച് അത് നടപ്പിലാക്കുക എന്നുള്ള ബൃഹത്തായ ഒരു പദ്ധതി ഇന്നും നമ്മുടെ മുമ്പിൽ അവശേഷിക്കുക. അതിനുവേണ്ടിയുള്ള എളിയ ശ്രമത്തിൽ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, സഖാവ് സ്വപ്നം കണ്ട അങ്കമാലിയുടെ സുവിശേഷങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാം. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സഖാവ് യുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.